നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LS2-ൻ്റെ നല്ലൊരു ഗ്ലൗസാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. LS2 ഒരു റെപ്യൂട്ടബിൾ ബ്രാൻഡ് തന്നെയാണ്. അവരുടെ സ്റ്റാർട്ടിംഗ് സീരീസിലെ ഒരു ഗ്ലൗസാണത്. LS2 കുബ്ര ഗ്ലൗസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലൗസാണ്. സ്റ്റാർട്ടിംഗ് മോഡലാണെങ്കിൽ പോലും ഇതിന് അത്യാവശ്യം വേണ്ട നക്കിൾ പ്രൊട്ടക്ഷനും നല്ലൊരു വെൽക്രോയും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലൗസിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല മനോഹരമായ ഒരു ഗ്ലൗസാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും സിന്തറ്റിക് ലെതറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മഴയത്തും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. എങ്കിലും ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിംഗേഴ്സിന് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള നക്കിൾ പ്രൊട്ടക്ഷൻ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കൈ മടക്കിൻ്റെ ഇവിടെയുള്ള പ്രൊട്ടക്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ അത് കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ആവുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു മേക്കാണ് ഇതിൻ്റെ LS2-ൻ്റെ. അപ്പോൾ ഇതിൻ്റെ വെൽക്രോ ക്വാളിറ്റി ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഇത് ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഗ്ലൗസാണ്. എങ്കിലും ഇതിൽ ചെറിയ ഡ്രോബാക്കുകളുണ്ട്. അത് ഞാൻ വീഡിയോയിൽ തുടർന്ന് പോകുമ്പോൾ ഞാൻ പറയാൻ എന്തൊക്കെയാണ്. ഇവിടെ നല്ല വെൻറ്റിലേഷൻസ്, ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് മറ്റേ ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഈ ഒരു ഭാഗത്തിനാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. നല്ല ടിപ്പിലത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗ്ലൗസ് ഊരാതെ തന്നെ മൊബൈൽ യൂസ് ചെയ്യാം. എങ്കിലും ചെറിയ ഒരു സജഷനാണ്, അത് ടിപ്പിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. പിന്നെ ഇവിടെ എല്ലാം വെൻറ്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. വിരലിൻ്റെ ഇവിടെയാണെങ്കിലും കൈയുടെ ഇവിടെയാണെങ്കിലും. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വിൻഡ് ഉള്ളിലോട്ട് കയറാൻ അത് സഹായിക്കും. ഞാനത് XL സൈസാണ് മേടിച്ചത്. മറ്റ് സൈസും അവൈലബിൾ ആണ്. M, L, XL, XXL ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ലഭ്യത നമ്മൾ ഓരോ ഷോപ്പിലും ചെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ കൈക്ക് XL ആയിരുന്നു സ്യൂട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. LS2 ഒരു ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്പെയിനിലാണ്. എങ്കിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പൊതുവെ ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് ചൈനയിൽ തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ റിസ്റ്റിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് പ്രൊട്ടക്ഷൻ നമുക്കിതിന് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റിസ്റ്റ് വരെ മാത്രമല്ല, നമ്മുടെ ആ ഒരു വാച്ച് കെട്ടുന്നതിനടുത്ത് വരെ നമുക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ഫീലാണ് ഇത് കയ്യിൽ ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു കറക്റ്റ് ഫിറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഷോറൂമിൽ ചെന്ന് ഇട്ട് നോക്കി മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അറ്റ്ലീസ്റ്റ് ആ സൈസ് അറിഞ്ഞിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് പണ്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ് അവിടെ. അപ്പോൾ അന്ന് ഞാൻ ഗ്ലൗസ് യൂസ് ഉണ്ടായിരുന്നു. 2013 എൻ്റെ ആദ്യത്തെ ബൈക്കായിട്ട് ഞാൻ പോകുമ്പോൾ സംഭവിച്ചൊരു ആക്സിഡൻ്റാണ്. പക്ഷേ അതിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ഈ ഗ്ലൗസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോൾ നമ്മൾ കൈ കുത്തി വീഴാനാണ് ചാൻസ്. അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും. നമ്മുടെ ആ ഇവിടെ എനിക്കൊരു വലിയൊരു മുറിവായിരുന്നു. അതൊക്കെ മാറി കിട്ടി നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഫിംഗേഴ്സിനാണെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഗ്ലൗസാണ്. സോ എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ വൃത്തിയായിട്ടുള്ളൊരു ഗ്ലൗസാണ്. ഏകദേശം 2100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെയുള്ളൊരു ഡ്രോബാക്കാണ് ഈ കാണുന്ന ചെറിയതായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത്. ആ വെൻറ്റിലേഷൻ വേണ്ടി വെച്ചിരിക്കുന്ന പാർട്സുകളാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ഗ്ലൗസ് നമ്മൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഗ്ലൗസ് ഊരുമ്പോഴാണ് കൂടുതൽ അതിന് എഫക്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വെൽക്രോ മെറ്റീരിയൽ വെൻറ്റിലേഷനുള്ള മെറ്റീരിയലാണ് നമുക്ക് അവിടെ പലയിടങ്ങളിൽ കാണുന്നത്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ചൂടാവും. അപ്പോൾ കയ്യിലേക്ക് ഇത് ചെല്ലണമല്ലോ, കാറ്റ് ചെല്ലണമല്ലോ, എന്നാലല്ലേ. പക്ഷേ എങ്കിൽ പോലും ആ മെറ്റീരിയൽ, ആ വെൻറ്റിലേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഓവറോൾ മൊത്തത്തിൽ നല്ലൊരു ഗ്ലൗസ് തന്നെയാണ്. ഇപ്പോൾ ഈ വെൽക്രോ മെറ്റീരിയൽ ആണെങ്കിലും നല്ലതാണ്. എവിടെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കൈ കൊണ്ട് ഗ്ലൗസ് ഊരുമ്പോൾ മറ്റേ ഗ്ലൗവിൻ്റെ വെൽക്രോ മെറ്റീരിയലിൽ കൊണ്ടാണ് ആ മെറ്റീരിയൽ ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ ഊരുകയാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. എങ്കിലും നമ്മൾ ധൃതിയിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ ഇതൊരു മികച്ച ഗ്ലൗസ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഗ്ലൗസ് തന്നെയാണ്. ഇത് LS2-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഈ ഗ്ലൗസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുബ്ര ഗ്ലൗസ് എന്നാണ് ഇതിൻ്റെ പേര്. LS2 കുബ്ര സീരീസാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന് 3 അവൈലബിൾ കളേഴ്സ് ഉണ്ട്. ഞാൻ മേടിച്ചത് ബ്ലാക്ക് ആയിരുന്നു. ബ്രൗണും അതുപോലെ തന്നെ ബ്ലാക്കിലൊരു ഗ്രീൻ ലൈൻ ഉള്ളതുമുണ്ട്. ബ്രൗൺ കാണാനും നല്ല രസമുണ്ട്. നേരിട്ട് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ബ്ലാക്ക് മാത്രമായിരുന്നു. അപ്പോൾ മറ്റേത് രണ്ടും ഞാൻ കണ്ടില്ലായിരുന്നു. നല്ല മോഡൽസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത അത് കണ്ടിട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ് ആൻഡ് ഫാബ്രിക്സ് എന്താണ് യൂസ് ചെയ്യുന്നത് കാണാൻ കഴിയും. CE സർട്ടിഫൈഡ് ആണത്. KP നക്കിൾ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഗ്ലൗ തന്നെയാണ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള.
മറ്റ് ഗ്ലൗസുകളിൽ അങ്ങനെ പറയുമെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നെയാണ്. ടി ബി പ്രൊട്ടക്ടർ ഫിംഗേഴ്സ് ഇതെല്ലാം നമ്മുടെ കാണാൻ കഴിയും. ഫീച്ചേഴ്സ് ടച്ച് സ്ക്രീൻ കോമ്പറ്റിബിൾ, അതുപോലെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ വിശദമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് LS2ൻ്റെ ഇന്ത്യ വെബ്സൈറ്റാണ്. ഇപ്പോൾ ഈ ഇന്ത്യ വെബ്സൈറ്റിൽ ആ കുബ്ര സീരീസ് ഗ്ലൗസ് ഇപ്പോൾ കാണുന്നില്ല. പകരം മറ്റ് പുതിയ ചില മോഡലുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ചിലപ്പോൾ നേരിട്ട് പോയാൽ ഷോപ്പിൽ നിന്ന് ഒരു പക്ഷേ ഇപ്പോഴും ഓൾഡ് സ്റ്റോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കുബ്ര സീരീസ് അത് മികച്ചൊരു ഗ്ലൗസ് തന്നെയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്റ്റാർട്ടിങ് മോഡലുകളൊന്നും അത്ര ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 2600 മുതലുള്ള മോഡൽസൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. 2300ൻ്റെയും ചക്കി ഇവോ ഗ്ലൗസ് വലിയ മോശമല്ലാത്തൊരു ഗ്ലൗസായിട്ട് തോന്നുന്നു. എങ്കിലും ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടുതലായിട്ട് തോന്നി. 3700 മുതലുള്ള ഗ്ലൗസൊക്കെ ഒരു പ്രോ ലെവൽ ഗ്ലൗസ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ട്രൈ ചെയ്ത് മേടിക്കാൻ പ്രോത്സാഹിപ്പിക്കും.